നമസ്കാരം. ന്യൂസ് മലയാളത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു വിഷുദിനം ആശംസിക്കുകയാണ്. ഇന്ന് ഈ വിഷുദിനത്തിൽ ഞാനുള്ളത് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു മുഖവുരയുടെ ആവശ്യമില്ലാത്ത ഒരു പാട്ട് കുടുംബത്തിലാണ്. ഈ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, മലയാളികളിൽ ഈ ഹിന്ദുസ്ഥാനി സംഗീതം, കർണാടക സംഗീതത്തെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ മലയാളികൾക്ക് അത്യാവശ്യം ബോധമുള്ളവരാണ്. പക്ഷേ ഹിന്ദുസ്ഥാനി സംഗീതത്തെ മലയാളികൾക്കിടയിൽ ഇത്രയും ജനപ്രിയനാക്കിയ മറ്റൊരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞു വരുന്നത് വേറെ ആരെയും കുറിച്ചിട്ടല്ല, പണ്ഡിറ്റ് രമേശ് നാരായൺ സാറിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫാമിലിക്കൊപ്പമാണ് ഇന്ന് ഞാനുള്ളത്. സ്വാഗതം സർ. വളരെ സന്തോഷം. സാറ് മാത്രമല്ല, മധുശ്രീ, മധുവന്തി ഉണ്ട്, അമ്മ ഹേമ, മധുവന്തിയുടെ ഹസ്ബൻഡാണ് രാകേഷ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ വിഷുദിന ആശംസകൾ നേരുന്നു. താങ്ക് യു. ഹാപ്പി വിഷു ടു യു. താങ്ക് യു. അപ്പോൾ വിഷുവായിട്ട് എന്താ പരിപാടി? വിഷുവായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, വളരെ സന്തോഷം, ഹാപ്പിയാണ്. പക്ഷേ വളരെ സന്തോഷമുണ്ട്, പ്രത്യേകിച്ചിട്ട് കുഞ്ഞു മോനുണ്ട്. അതെ, ആളുടെ പേര് പറയാൻ വിട്ടുപോയി. മോന്റെ പേര് സിയാൻ. ഇപ്പൊ എത്ര, ഒരു വയസ്സ്? ഇല്ല, 10 മാസമായിട്ടുള്ളൂ. അപ്പം ആദ്യത്തെ വിഷുവാണ് കുഞ്ഞിന്റെ. അതെ, അത് വലിയ സന്തോഷമുണ്ട്. പിന്നെ വേറൊരു വിഷമമുള്ള കാര്യം, നമ്മുടെ കൂടെ എപ്പോഴും അമ്മ ഉണ്ടായിരുന്നു, ഹേമയുടെ അമ്മ ഇവിടെ തന്നെ ആയിരുന്നു. ഓക്കെ. അപ്പൊ ഈ വിഷുവിന് അമ്മ നമ്മളിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു, അത്രയേ ഉള്ളൂ. തീർച്ചയായും എവിടേക്കോ ഉണ്ട്. രണ്ടുപേരും കണ്ണൂരുകാരാണ്. ഇവിടെ തിരുവനന്തപുരത്ത്, ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്നത്, തിരുവനന്തപുരത്ത് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുകയാണ്. ഈ കണ്ണൂരത്തെ വിഷുവും തിരുവനന്തപുരത്തെ വിഷുവും ഭയങ്കര ഡിഫറൻസ്. ഇപ്പൊ ഞാൻ തിരുവനന്തപുരംകാരിയാണ്, ഞാനിപ്പോ കുറച്ച് കാലങ്ങളായിട്ട് കൊച്ചിയിലാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ എൻ്റെ ഒരു വലിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ദീപാവലിക്ക് ഒരാഴ്ച മുന്നേ പടക്കം പൊട്ടിച്ചു തുടങ്ങും. പക്ഷെ ഈ കൊച്ചി ഭാഗത്തൊന്നും ആ ഒരു സംഭവമേ ഇല്ല. വിഷുവിനാകുമ്പോൾ അവർ ഒരാഴ്ച മുമ്പേ വിഷുവിന് പടക്കം പൊട്ടിക്കും. നമ്മുടെ തിരുവനന്തപുരം ഭാഗത്ത് അങ്ങനത്തെ ഒരു ആചാരമില്ല. അതൊരു വലിയൊരു ഡിഫറൻസ് ആയിട്ട് കണ്ണൂരിൽ നിന്ന് വന്നതുകൊണ്ട് അതൊരു വലിയ മാറ്റമായിട്ട് തോന്നുന്നുണ്ടോ? സത്യമാണത് അല്ലേ ഹേമ? അതെ, ഞങ്ങള് പല വിഷുവിനും പടക്കം കിട്ടാതെ അലഞ്ഞ് അവസാനം എവിടെയോ ഒരു കോർണറിൽ ഒരു ഷോപ്പ് കണ്ടുപിടിച്ച അവസ്ഥയുണ്ട് ഇവിടെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു റീസെന്റ് ഉണ്ട്. റീസെന്റ് അല്ല, ഞാൻ ജനിച്ച് കുറച്ചായപ്പോ തന്നെ ഇങ്ങോട്ടേക്ക് സെറ്റിൽ ആയിരുന്നു. പക്ഷെ എന്റെ വെക്കേഷൻസ് ഒക്കെ എപ്പോഴും ഞാൻ പോകും. എനിക്ക് ഏപ്രിൽ മെയ് സമയത്തൊക്കെ ഞാൻ KVയിലാണ് പഠിച്ചത്. അപ്പൊ എനിക്ക് ആ ഒരു ടൈമിലൊക്കെ ഞങ്ങള് നേരത്തെ ട്രാവൽ ചെയ്ത് പോവുമായിരുന്നു, കണ്ണൂരോട്ട് പോകും. അപ്പം വിഷു ഫുൾ എപ്പോഴും കണ്ണൂര് തന്നെയാണ്. കണി കാണുന്നതൊക്കെ അച്ഛന്റെ തറവാട്ടിലൊക്കെയാണ്. പണ്ട് കൂത്തുപറമ്പിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു വിഷു ഉണ്ട്. കൂത്തുപറമ്പിലാണ് സ്ഥലം അല്ലേ, കണ്ണൂർ? അപ്പൊ ആ ഒരു വിഷു എനിക്ക് എപ്പോഴും ഭയങ്കര ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കിയത് എപ്പോഴും. അപ്പൊ നമ്മുടെ ഈ റോഡ് മൈസൂർ കണ്ണൂർ റോഡാണ്, റോഡ് സൈഡിലാണ് വീട്. അപ്പൊ ഒരു ഗേറ്റ് ഒക്കെ ഉള്ള ധന്വന്തരി നിവാസ് എന്ന് പറഞ്ഞ ഗേറ്റ് ഒക്കെ ഉള്ള. അപ്പൊ വിഷുവിന്റെ ദിവസം ഭയങ്കരമാണല്ലോ നമുക്ക് ചെറുപ്പത്തില്. അപ്പൊ പടക്കമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പൈസയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കും, കിട്ടുന്ന പൈസയൊക്കെ. അവിടെ നിന്ന് ചിലപ്പോൾ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് കട്ടെടുക്കും. സത്യമാണ് കേട്ടോ, അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വാരിയെടുക്കും. അപ്പോൾ ചിലപ്പോൾ അമ്മ എവിടേക്ക് ഇങ്ങനെ ഇട്ട് വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവിടെ നിന്നൊക്കെ എടുക്കും. അപ്പൊ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് പടക്കം വായിക്കാനാണത് ഉപയോഗിക്കുന്നത്. വിഷുവിന്റെ ദിവസം അമ്മ, എനിക്കിപ്പോഴും ഓർമ്മ, അടുക്കളയിൽ 2 കളറുള്ള അപ്പങ്ങൾ ഉണ്ടാക്കും. ഒന്ന് വൈറ്റ്, ഒന്ന് ബ്ലാക്ക്. ഉണ്ണിയപ്പം. ഇതെടുത്തിട്ട് രാവിലെ കണി കഴിഞ്ഞിട്ട് അമ്മ പുറത്തേക്ക് വിളക്കും ഈ അപ്പങ്ങളും എടുത്തിട്ട് നേരെ പോകുന്ന എവിടെയാണെന്നറിയോ? പശുക്കളെടുത്ത്. അതറിയോ എന്താ കാര്യം? പശുക്കൾക്ക് കണി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാ. അങ്ങനെ ഒരു ചടങ്ങ് പണ്ട് മുതലൊക്കെ ഉള്ളതാ. പശുക്കളുണ്ടെങ്കിൽ പശുവിന് കണി കാണിച്ച് പശുവിന് കൊടുത്ത്, അപ്പോഴേക്ക് തന്നെ ഈ കൈനീട്ടത്തിന് വേണ്ടി നിറച്ച ആൾക്കാർ വീട്ടിൽ. ആ റൂട്ടിൽ ഇങ്ങനെ ട്രാവലാണ്. രാവിലെ നോക്കുമ്പോൾ ഒരു 9 മണി വരെ. അപ്പൊ നമ്മളെ അച്ഛൻ ഇങ്ങനെ പൈസ എടുത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഒരാൾക്കും ഓരോ നാണയം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഈ ഒരു ഓർമ്മയാണ് അത്. പിന്നെ പതുക്കെ ഞാൻ ബോംബെയിലൊക്കെ പോകുമ്പോഴേക്കും കുറഞ്ഞു വന്നു. ഇന്ന് എല്ലാരും വരുമ്പോൾ 1000 രൂപയുടെ ഇപ്പൊ അതല്ല, ഇവിടെ പിള്ളേർക്ക് അതിൽ 1 രൂപ കിട്ടിയ ഭയങ്കര സന്തോഷമായിരുന്നു. കിട്ടിയ എല്ലാ പൈസയും ഒരുമിച്ച് കഴിയും. ഇപ്പൊ അച്ഛാ ഇത് എങ്ങനെയാണ് ഈ ഒരു ഹിന്ദുസ്ഥാനി ആ ഒരു, ഇപ്പൊ കുഞ്ഞിലെ തന്നെ ഏതെങ്കിലും ഒരു അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയോ? സംഗീതം അതൊരു വലിയ കഥയാണ്, എല്ലാവർക്കും അറിയാം.
എങ്കിലും എൻ്റെ ജീവിതം എല്ലാവർക്കും അറിയാം. അതായത് ചെറുപ്പത്തില് വീട്ടിൻ്റെ അടുത്ത് ഖാദർ സാഹിബ് എന്ന് പറഞ്ഞ ഒരു ഹാരിസ് ഭായ് എന്ന് പറഞ്ഞ തബലിസ്റ്റ് ഉണ്ട്, ഉസ്താദ് ഹാരിസ് മാഷ് കൂത്തുപറമ്പിൽ. അദ്ദേഹത്തിന്റെ മകനാണ് റോഷൻ ഹാരിസ്. അപ്പോൾ ഖാദർ സാഹിബ് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛനാണ്. അപ്പൊ എൻ്റെ അച്ഛനും ഇദ്ദേഹം വളരെ ക്ലോസ് ആണ്, രണ്ടുപേരും പാട്ടുകാരാണ്. അച്ഛൻ 2 കൈ കൊണ്ടും ഹാർമോണിയൊക്കെ വായിച്ച് പാടുന്ന ഭാഗവതരായിരുന്നു, ഓൾസോ വൈദ്യരും കൂടെ ആയിരുന്നു. അതെ, ധനുതിരി നിവാസ്. ആശ്രമം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷോപ്പായിരുന്നു. പക്ഷെ അത് പിന്നെ അച്ഛനില്ലാത്ത പോയപ്പോഴേ പോയത്. അപ്പൊ ഇവര് രണ്ടുപേരും അമ്മയും ഹാർമോണിയം വായിക്കും, പാടും. അപ്പൊ ഈ ഒരു വീട്ടിലൊരു സദ്യനാണ് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ. അങ്ങനെയാണ് പിന്നെ ഞാൻ ഗിറ്റാർ പണ്ട് വായിക്കും. അപ്പൊ ഈ ഹാരിസ് മാസ്റ്ററാണ് എന്നെ ചെറിയായിട്ട് ഗത്തുകള്, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ രാഗത്തിന്റെ ചെറിയ ബിറ്റുന്ന ഗത്തുകൾ എന്ന് പറയും. അപ്പൊ റേഡിയോയിൽ കൂടെ ഞാൻ ഓൺ ചെയ്യുമ്പോൾ ബേഗം അക്തർ, അതേപോലെ ഇങ്ങനെയുള്ള പാട്ടുകാരുടെ ഗസൽസും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലഡി ഉണ്ടല്ലോ, അതിങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നത് എങ്ങനെ ഇതൊക്കെ പാടുന്ന, ഇതെങ്ങനെ കേൾക്കും, വല്ലതും പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ. അങ്ങനെ അതിനൊക്കെ ഒരു വഴി ഭഗവാൻ തന്നു എന്ന് പറയാം. എനിക്ക് അത്ര എനിക്ക് പറയാനുള്ളൂ. ഒരു നിമിത്തമായിട്ട് പലതും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു, ഇന്നും അത് സംഭവിക്കുന്നു. സാർ തന്നെ പല ഇന്റർവ്യൂവിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത്രയും അവാർഡുകളൊക്കെ കിട്ടിയെങ്കിലും ലൈഫിൽ ഏറ്റവും വളരെ തോന്നിയിട്ടുള്ളത് പണ്ഡിറ്റ് ജസ്രാജിനൊപ്പം അദ്ദേഹത്തിന്റെ ശിഷ്യനായി ചേരാൻ കഴിഞ്ഞതാണെന്നൊക്കെ. തീർച്ചയായിട്ടും, അതിലപ്പുറം വരുന്നില്ലല്ലോ. ഓക്കെ, അപ്പോ ഈ നിങ്ങളുടെ ഒരു ഫാമിലി ഒരു ഗെറ്റ് ടുഗദർ ടൈം ഉണ്ടല്ലോ, ഇപ്പോ ആ സമയത്തൊക്കെ നിങ്ങൾ എന്തോ ഒരു ഫാമിലി ഫണ്ണൊക്കെ എന്താണ് എല്ലാവരും കൂടി ചേരുന്ന ഒരു സമയം? കാരണം ഒരു പാട്ട് കുടുംബമാണല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ ബേബി വന്നതിന് ശേഷം എപ്പം ഞങ്ങൾ ഡൈനിങ് റൂമിലൊക്കെ നമ്മൾ കഴിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞുള്ള ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ടേബിളിൽ ഇങ്ങനെ കൊട്ടുക. അപ്പൊ ഇവന് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അവനത്. അതെ അതെ, നമ്മളെല്ലാവരും ഇരുന്നതാണ് പരിപാടി. മേക്കിംഗ് ഹിം ഹാപ്പി ഇസ് ആളാണ് ഇവിടുത്തെ പ്രയോറിറ്റി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വിഷുപ്പാട്ടോട് കൂടി ഈ വിഷുദിനം അടിപൊളിയായിട്ട് തുടങ്ങിയാലോ? പക്ഷെ ഒരാൾ അവിടെ പ്രശ്നമല്ലേ, പുള്ളിക്ക് ഉറക്കം വരുന്നുണ്ട്. അവന് ഉറക്കമുണ്ടല്ലേ? ഒന്ന് കൊണ്ടുപോയി ഉറക്കിയിട്ട് കണ്ടില്ലാന്ന്. അപ്പൊ ശരിക്കും നമ്മള് പണ്ട് നമ്മളെ സിനിമയിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അതിൽ എനിക്ക് ദേവരാം മാഷും വയലാറിന്റെ ഒക്കെ പാട്ടുകൾ, അതില് വാഗച്ചാർത്ത് കഴിയുമ്പോൾ വാസനപ്പൂ അണിയുമ്പോൾ ഗോപികമാർ കൊതിക്കുന്നൊരുടൽ കാണണം തെച്ചി മന്ദാരം തുളസി. വാഗച്ചാർത്ത് കഴിയുമ്പോൾ വാസനപ്പൂ അണിയുമ്പോൾ ഗോപികമാർ കൊതിക്കുന്നൊരുടൽ കാണണം. വാഗച്ചാർത്ത് കഴിയുമ്പോൾ വാസനപ്പൂവണിയുമ്പോൾ ഗോപികമാർ കൊതിക്കുന്നൊരുടൽ കാണണം. തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. അടിപൊളി, വല്ലാത്തൊരു ഫീൽ അല്ലേ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ? സത്യം, അതേ ഒരു ഫീല് വരും നമുക്ക്. മലയാളികളുടെ മനസ്സ് കവർന്ന പാട്ടുകളാണ് ഇതൊക്കെ. സത്യം. ഈ മധുശ്രീ മധുവന്തിയുടെ അടുത്ത് വീട്ടില് പാട്ടൊക്കെ പാടുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ഇട്ട് നമ്മള് സ്റ്റാർ സിംഗറിലൊക്കെ പുറത്തെങ്കിലും കറക്റ്റ് ചെയ്യോ? അങ്ങനെയല്ല, ക്രിറ്റിസിസത്തിന്റെ ഒരാളാണ് നമ്മളെ മിഡിൽ ഇരിക്കുന്നത്. ഓ അമ്മ ഞാൻ പറയുന്നത് ഇവിടെ വീട്ടിലിപ്പം വഴക്കൊന്നും ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കുറവല്ലേ? എന്തെങ്കിലുമൊക്കെ വരുമ്പോ പാട്ടൊക്കെ പാടി വഴക്ക് ഉണ്ടായാലും സംഗീതത്തിൽ കൂടെ അതങ്ങ് സോൾവ് ആക്കുമല്ലേ? വീട്ടില് ഇപ്പൊ എല്ലാരും പാട്ടുകാരാ. അപ്പൊ മാം പാടാറുണ്ടോ? ആസ്വാദകയാണെന്നാണോ പറയാൻ വരുന്നേ? ഒരിക്കലും അല്ല, അമ്മ ഞാൻ പാടാറുണ്ട്. ഗാനപ്രവീണ പഠിച്ചതാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തില് 7 വർഷം ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പഠിച്ചതാണ്. അവള് കോൺസേർട്ട് ചെയ്യും. അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ കല്യാണം കഴിക്കുന്നത്.
ഞാൻ ഇദ്ദേഹത്തെ കാണാൻ പോയപ്പോഴേ പെണ്ണ് കാണാൻ പോയപ്പോ പെണ്ണ് ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ എക്സ്ക്ലൂസീവ് ആണ്, പെണ്ണ് കാണൽ കഥയാണ്. ഓക്കെ, പെണ്ണ് കാണാൻ പോയപ്പോഴേ ആ. അപ്പോ എന്റെ കസിനാണ്, എന്റെ സുഹൃത്ത് ഇവൾ ഹേമയുടെയും കസിനാണ്. അവർ രണ്ടുപേരാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ പെണ്ണ് കാണാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു, പാടുവോ? പാടുന്ന കുട്ടിയാണെങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ മതി കേട്ടോ, അങ്ങനെ കൊണ്ടുപോയാൽ മതി, പാട്ട് കേൾക്കണം എനിക്ക്. അപ്പോൾ പോയി നോക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു, പാട്ട് പാടുന്നില്ല, പാട്ടില്ല, എല്ലാം കഴിഞ്ഞു. അപ്പോൾ കുട്ടി കുഴപ്പമില്ല. ഞാൻ തിരിച്ച് റിട്ടേൺ അടിക്കാൻ പോകുമ്പോൾ ഒരു ശബ്ദം, ആ പാട്ടാണ് ഇപ്പോൾ പാടുന്നത്. അതൊക്കെ എപ്പോഴാ ഏകദേശം അപ്പൊ ശബ്ദത്തിൽ അവിടെ സ്റ്റോപ്പായി ഞാൻ ഇറങ്ങിക്കൊണ്ടിരുന്ന അച്ഛൻ സ്റ്റോപ്പായി എന്നാണ് പറയുന്നത്. എന്നിട്ട് തിരിച്ചു വന്ന് എന്നാ പിന്നെ ആ പാട്ട് തന്നെ ആയാലോ. തിരുവാറന്മുള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്നിൻ ദുഃഖം മറക്കുന്നു, എല്ലാം മറക്കുന്നു ഞാൻ, ഇന്നെല്ലാം മറക്കുന്നു ഞാൻ. വല്ലാത്തൊരു ഫീൽ അല്ലേ, എല്ലാം മറന്നിരുന്നത്. അതെനിക്ക് ചിത്രേച്ചിയുടെ ഭയങ്കര ഇഷ്ടമുള്ള, പണ്ട് ഞാൻ ഭയങ്കര ഫാനാ ചിത്രേച്ചി. ചേച്ചിയാണ് അന്നേരത്തെ ഞങ്ങളുടെ, ഞാനൊരു 85, എന്റെ 10th എന്ന് പറഞ്ഞാൽ 89 ആ ഒരു സമയം, 89, 90 ആ സമയത്തൊക്കെ ചേച്ചിയുടെ ആയിരുന്നു ഒരുപാട് പാട്ടുകൾ കേട്ടോണ്ടിരുന്നത്. പേഴ്സണൽ ഫേവറേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഒത്തിരി പേര് പറയാൻ മറന്നായിരിക്കും പറയുന്നത്. പറയാൻ മറന്ന പരിഭവങ്ങൾ ഞാൻ പറയാം. അതായത് അന്ന് പഴയ ഒരു റെന്റഡ് ഹൗസിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ അവിടെ എല്ലാവരും ഈ റഫീഖ് അഹമ്മദിന്റെ ഫസ്റ്റ് സോങ് ആണ്. റഫീഖും PT സാബും, PTയുടെയും ഫിലിമിലെ ഒന്നാമത്തെ പാട്ടാണത്. PT സാബ്, പിന്നെ നടൻ ശ്രീരാമൻ സാർ. അപ്പൊ ഇവരൊക്കെ കൂടെ കുറെ പേരുണ്ട്, 5 എനിക്ക് തോന്നുന്നു 10 പേരോളം ഉണ്ട്. അവർ വീട്ടിലേക്ക് കമ്പോസിങ്ങിന് വേണ്ടി വരിക. വീട്ടിൽ എൻ്റെ മ്യൂസിക് റൂമുണ്ട്, മ്യൂസിക് റൂമിലിരുന്ന് പാട്ട് ആയില്ലെന്ന്. പാട്ട് അദ്ദേഹം റഫീഖ് ഒരു കവിത തന്നു എനിക്ക്. കവിതയാണ് കൊണ്ടുവന്നത്, പറയാൻ മറന്ന പരിഭവങ്ങളിൽ വിരഹാർദ്രമായ മിഴികളിൽ എന്തൊക്കെയോ എഴുതിയ. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്നൊരു വരി എടുത്തിട്ട് ഞാൻ രാഗം പാടി കേൾപ്പിച്ചു. അപ്പോൾ ഈ രാഗം കേട്ടപ്പോൾ എല്ലാവർക്കും ഇംപ്രസ്ഡ് ആയി. ഞാൻ ഈ പാട്ട് ഇത് തന്നെ ഈ രാഗത്തിലും കമ്പോസ് ചെയ്തു. സ്പോണ്ടേനിയസ്ലി വരുന്നൊരു സാധനമാണ്. പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാർദ്രമാം മിഴികളോർക്കേ. അതുപോലെ തന്നെയാണ് മറ്റൊന്ന്, നമ്മുടെ കണ്ണൂരും നോക്കിയിരുന്നാലോ, അതും ഇതുപോലെ തന്നെയാണ് കേട്ടോ. അത് ഞാൻ ഒരു 2 മാസം കാത്തിരുന്നിട്ടുണ്ടാക്കിയ ഒരു ട്യൂണാണത്. ശ്രേയ ഘോഷാൽ പാടി. ആദ്യം ശ്രേയ പോയി പഠിച്ചു, വീട്ടിൽ പോയിട്ട് ഉച്ചക്ക് റെക്കോർഡിങ് വെച്ചു. അപ്പോൾ ഈ പാട്ടിങ്ങനെ കേട്ടപ്പോൾ സാർ ഞാൻ വൈകിട്ട് വരട്ടെ സാർ എന്ന് വെച്ചപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാനിപ്പോൾ ഗുരുജിയുടെ വീട്ടിലൊക്കെ പോയി വൈകിട്ട് 5:30 അത് പിന്നെ വന്നു. പിന്നെ വന്നത് എന്തിനാ പോയി, അപ്പോഴൊക്കെ 5 വർഷം പറയുന്നത് ഞാനൊന്ന് പഠിക്കാൻ വേണ്ടി പോയതാണ്. നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും 2 വരി ഒന്ന് പാടിയാലോ. കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും കണ്ണിനും കണ്ണായൊരുൾ കണ്ണിൻ തുമ്പത്ത്, കണ്ണിനും കണ്ണായൊരുൾ കണ്ണിൻ തുമ്പത്ത്, കണ്ണീർ കിനാവായി തുളുമ്പി നിൽക്കും കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും. സൂപ്പർ. മധുശ്രീ ഈ പറഞ്ഞ പോലെ സംസ്ഥാന അവാർഡ് കിട്ടുന്ന തന്നെ സ്കൂൾ ആ ഒരു ടൈമിലൊക്കെയാണ് അവാർഡ്. അപ്പൊ ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു, ഞാൻ ആ സമയത്ത് മധുശ്രീ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഈ വീട്ടിൽ തന്നെ ആയിരുന്നു. ഇപ്പൊ ഒത്തിരി വർഷമായി അത് കഴിഞ്ഞിട്ട്. ഒരുപാട് വർഷമായി. ശരിക്കും ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു അത്. ബിക്കോസ് ഞാൻ ആ സമയത്ത് എന്റെ എക്സാമിന്റെ ഒരു ടൈം ആയിരുന്നു.
അപ്പൊ ഞാൻ ഇങ്ങനെ അവിടെ എക്സ്ട്രാ ക്ലാസ്സസ് ആണ്. അപ്പൊ ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞൊക്കെ തരുന്നു. അപ്പൊ ഞാൻ യൂത്ത് ഫെസ്റ്റിനൊക്കെ പോയി ഒന്നും അറിയില്ല ബേസിക്കലി. അപ്പൊ ലാസ്റ്റ് മിനിറ്റ് ഉള്ള ഒരു പഠിത്തമില്ലേ, ആ ഒരു പരിപാടിയിലിരിക്കുകയാണ്. അപ്പോഴാണ് അവിടുന്ന് കുറെ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ നടന്നു വന്നിങ്ങനെ ഭയങ്കര, ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ക്ലാസ്സിൽ കയറി മധുശ്രീ എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ എന്ത് പറ്റി അപ്പോഴേ ഒരു കാര്യം പറഞ്ഞു, അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ. മനസ്സിലാവുന്നില്ല, അയ്യോ ഭയങ്കര സർപ്രൈസ് ആയി. അപ്പൊ അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആണ് ആ ഒരു സമയത്ത്. ഈ വീട്ടിലെ അച്ഛനും റെക്കോർഡിംഗ് സ്റ്റുഡിയോ അച്ഛനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? തീർച്ചയായിട്ടും വളരെ വലിയ വ്യത്യാസമാണ്. സ്റ്റുഡിയോയിൽ ഇപ്പൊ നമ്മള് അച്ഛൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ മാക്സിമം ഒരു ഔട്ട്പുട്ട് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അച്ഛനത് നല്ല രീതിക്ക് പെർഫെക്ഷനിസ്റ്റ്. അപ്പം അച്ഛൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവൽ ഓഫ് സാധനം കിട്ടണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു സീനാവും. അപ്പൊ അത് മാക്സിമം ഞങ്ങള് ട്രൈ ചെയ്യും, മാക്സിമം വിൽ ഡു അവർ ബെസ്റ്റ്. മധുവന്തിയിലേക്ക് വന്നാൽ ഓഫ് കോഴ്സ് ആരാധികയാണ് നമ്മുടെ ഒക്കെ മനസ്സിൽ ആദ്യം വരുന്നത്. ആരാധിക തന്നെ നമുക്ക് രണ്ടുപേരും തുടങ്ങിയാലോ? ആരാധികേ മഞ്ഞുതിരും വഴിയരികെ നാളേറെയായി കാത്തുനിന്നു മിഴി നിറയെ നീ എങ്ങു പോകിലും അകലേക്കുമായിലും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയായി. ആരാധികേ മഞ്ഞുതിരും വഴിയരികെ. ഒത്തിരി ഇമോഷൻസ് വരുന്നൊരു പാട്ടാണ് ആരാധിക കേൾക്കുന്ന സമയത്ത്. മധുവിനെ ഇപ്പോഴത്തെ പുതിയ പ്രൊജക്ടുകളൊക്കെ ഏതൊക്കെയാ? റീസെൻ്റ്ലി ഇറങ്ങിയത് ബൊഗൈൻവില്ലയിലെ മറവികളെ എന്ന് പറഞ്ഞ സോങ് ആണ്. അതെ, ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി എൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, ഹന്ന എന്ന് പറഞ്ഞിട്ട്. അതൊരു ബ്രസ്റ്റ് മിൽക്ക് ഡൊണേഷനെ ബേസ് ചെയ്തിട്ട് വിനു ജനാർദ്ദനൻ എന്ന് പറയുന്ന ആള് ഡയറക്റ്റ് ചെയ്ത്. അതെ അതെ, അതാണ് റീസെൻ്റ്ലി. അതിന് സ്കോർസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സിംഗിൾസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഓൺ കോമ്പോസിഷൻ, ഓൺ പ്രൊഡക്ഷനായിട്ട് ചെയ്യണം എന്നാണ്. ലൈക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ കുറച്ച് നാൾ പഠിച്ചിട്ട് അതിലാദ്യമായിട്ട് ഞാൻ ചെയ്തത് മ്യൂസിക് മോജോന് വേണ്ടിയിട്ടായിരുന്നു. ഒരു 4 ട്രാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 എൻ്റെ ഒറിജിനൽസ് ആയിരുന്നു. അതിലൊരു ട്രാക്ക് ഗോപ ബാല എന്ന് തുടങ്ങുന്നത്, അത് ഞാൻ ഗോപ ട്രാൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിയത്. അതൊരു ട്രാൻസ് രീതിയിൽ അതിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടായിരുന്നു ഇറക്കിയത്. സോ അത് അച്ഛമ്മയുടെ അച്ഛൻ, അതായത് അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കമ്പോസിഷൻ. തലമുറ വന്നല്ലേ? എനിക്ക് തോന്നുന്നു ഒരു സെഞ്ചുറി കഴിഞ്ഞു കാണും കേട്ടോ ഈ പാട്ട്. ഗോപബാല ഗോപികലോല പീതവസന ദാമോദര, ഗോപബാല ഗോപികലോല പീതവസന ദാമോദര, കാലിമേച്ചു നടന്നതിൻ ലീലയോർക്കെ മഹാത്ഭുതം, ബാലകാലാദി സേവനായോരാഴി വന്ന നല്ല യുഗി, ബാലകാലാദി സേവനായോരാഴി വന്ന നല്ല യുഗി. ഒരു വിഷസദ്യ കഴിച്ചൊരു ഫീലായി. സാർ ഇനി പുതിയ പ്രോജക്റ്റ് ഒക്കെ ഏതാ? നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു 1-2 പ്രൊജക്ട് US വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു.
പിന്നെന്തൊക്കെയായിരുന്നു നടക്കുന്നത്? എന്തൊക്കെയോ നടക്കുന്നുണ്ട് കുറെ. ഓക്കെ, മധു ഇപ്പോ മധുശ്രീ ഇപ്പോ ഞാൻ റീസെന്റ് ഇനി ഒരു ഇൻഡിപെൻഡന്റ് പ്രോജക്ട് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. എല്ലാം ഇൻഡിപെൻഡന്റ് ആൾക്കാരാണ്. Yes, yes, because it has a future. It is a future. സത്യം. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മള് മാത്രമല്ല നമുക്ക് കുറേയും കൂടി ഭയങ്കര സ്വതന്ത്രമായിട്ട് അതെ, ഓരോ കാര്യങ്ങൾ അതെ, ചെയ്യാൻ അതെ, പറ്റും അല്ലേ? ഇപ്പോഴേ ഈ ഞാൻ പണ്ടേ പറയാറുണ്ടായിരുന്നു, ഉം. സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കരുത്, ഒരു സിനിമാ ഗാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് എന്റെ പഴയ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ കാണാം. 15 വർഷം മുന്നേ ഞാൻ അന്ന് പറഞ്ഞതാണ്, എനിക്കൊരു പാട്ട് കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് പാട്ടുകാരനാകാൻ പറ്റുന്നില്ല എന്നൊരു ചിന്ത വരരുത്. നിങ്ങൾ യു ഹാവ് ടു ക്രിയേറ്റ് യുവർ ഓൺ മ്യൂസിക്. Yeah. അതല്ലേ വേണ്ടത്. അത് ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ പുതിയ ഗസൽസ് പഠിക്കാൻ നോക്കുന്നു, അവർ കമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു, പഠിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ എല്ലാവരും ഇൻഡിവിജ്വൽ ആവാനുള്ള ശ്രമമാണ്. അത് ദാറ്റ്സ് വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു ഇപ്പോ ഓൾമോസ്റ്റ് മീഡിയ, സോഷ്യൽ മീഡിയാസ് ആണെങ്കിലും അതെ, മീഡിയാസ് അതെ. ആണെങ്കിലും ഒരുപാട് പല രീതിയിലും ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പം എനിക്ക് തോന്നുന്നു അത് തന്നെ ആയിരിക്കണം അന്ന് അത്. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പൊ. അതെ അതെ, അന്ന് ചിലപ്പോ ഒരു പക്ഷേ അന്ന് വിചാരിച്ചിരുന്ന, പണ്ട് വിചാരിക്കുന്നവർക്ക് എത്താൻ പറ്റാതെ പോകുന്നതും അത് തന്നെ ആയിരിക്കും. എവിടെ അക്സെപ്റ്റൻസ് കിട്ടും, എങ്ങനെ ഇത് ഇതിൽ കൂടെ അതെ, എങ്ങനെ അതെ, എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പ്രശ്നം തന്നെയാണ് അന്ന് ഉണ്ടായിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പക്ഷേ ഈ സാമൂഹിക ജീവികളാവുന്ന സമയത്തും ഈ അതുകൊണ്ട് സെലിബ്രിറ്റികളാവുന്ന ഒരു ടൈമിൽ നമുക്ക് ഒത്തിരി വിവാദങ്ങൾ വരും. അപ്പൊ ഈ വിവാദങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ അതിജീവിക്കുന്നത്? അതിജീവിച്ചതൊക്കെ എങ്ങനെയായിരുന്നു? വിവാദങ്ങള് ഒരു സൈഡിൽ അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിക്കും. ദാറ്റ്സ് ഓൾ. എനിക്കെതിരെ എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ ഞാൻ കണ്ടു. ഓക്കെ, അതെ, സംഭവിക്കേണ്ടത് സംഭവിക്കുന്നു. അതിനെ പറ്റിയിട്ട് നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. കാര്യമില്ല. ചിലപ്പോൾ അത് സത്യമായിരിക്കാം, കളവായിരിക്കാം, അതിൻ്റെ അകത്ത് ഒരു സത്യം കാണത്തില്ല. ചിലപ്പോ ആർക്കും സത്യം അന്വേഷിക്കാനോ എന്താണ് ഇതിന്റെ ഫാക്ട് എന്ന് അറിയേണ്ട ഒരു ആവശ്യം ഈ കാലത്ത് ആർക്കും ഇല്ല. ആ. അറ്റ് സ്ട്രെച്ച് ഇപ്പം കുറച്ച് സമയം ഇത് പോകുന്നു, ഓക്കെ, അപ്പൊ ഇത് അത് ഒരു 2 days നമ്മളുണ്ടായിരുന്നു അതില്, ആ അതെ, flow ല് ഒരു ഉണ്ടായിരുന്നു സത്യം നമ്മള്. അല്ലേ? അതില് കുറച്ച് 2 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ that's a wave ഇങ്ങനെ Yeah. പോയിക്കൊണ്ടിരിക്കും. അതിപ്പോഴും ഞാൻ ഇപ്പം ആസിഫിന്റെ കാര്യത്തിലാണെങ്കിൽ ആസിഫ് ഞാനും വളരെ സ്നേഹത്തിലാണ് ഇപ്പോഴും. അത് പണ്ടേ ഇപ്പോഴും മാത്രമല്ല, പണ്ട് മുതലൊക്കെ. ശരിക്കും ഇവര് ഫോൺ ചെയ്ത് പറയുന്നത് നമ്മൾക്ക് എന്താന്നുള്ളത് മനസ്സിലാകുന്നില്ല, അവർക്ക് തമ്മിൽ എന്താന്ന് അറിയില്ല നടന്നത്. ആസിഫ് എന്റെ അടുത്ത് ചോദിച്ചു, രമേഷ് ജി എന്താണ് സംഭവിക്കുന്നത്? എനിക്കും അറിയത്തില്ല. എനിക്കും അറിയില്ല. അതെങ്ങനെ ഒരു ഫ്ലോയിൽ എന്തൊക്കെയോ അല്ല, ഈ വീഡിയോയില് ഞാനിങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. അതെ, അപ്പോ നല്ലൊരു വിഷുക്കാലമാണ്. ഇപ്പൊ ഈ വിഷുവിന് നമുക്ക് ഏറ്റവും പ്രധാനം ഇപ്പൊ പടക്കം പൊട്ടിക്കാൻ ഇപ്പൊ തിരുവനന്തപുരത്ത് വലിയ സാധ്യതകളില്ല. ഇപ്പൊ സദ്യ കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? സദ്യ ഇല്ലാതെ എന്ത് പരിപാടി? പക്ഷെ ഞങ്ങളുടെ കണ്ണൂരില് കുറെ ഭാഗം എന്റെ വീട്ടിലൊക്കെ സദ്യ മാത്രമേ ഉണ്ടാക്കൂട്ടോ. എന്റെ അമ്മ നോൺ കഴിക്കില്ല, വെജാ. അപ്പൊ അതാണ് അങ്ങനെ. അല്ലാതെ വീടുകളിലൊക്കെ മിക്ക ദിവസം ബിരിയാണി, നമ്മൾ ഈ ഈ ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും സദ്യ എന്ന് പറയുന്നത് എനിക്ക് തോന്നി സൗത്ത് കേരളയിലോട്ടാണ് കുറച്ച് കൂടുതൽ ഈ ചിട്ടയോടെ സദ്യ കഴിക്കുന്നത്. അതെ അതെ, ഇത്രയേറെ കറികള്, ഇത്രയേറെ അത് കഴിക്കുന്നതിന്റെ ഒരു ഫോർമാറ്റ്, ഇതൊക്കെ ഉള്ളത് ഇവിടെയാണ്. പക്ഷെ എന്റെ ഒരു അറിവില് ആ ഭാഗത്തോട്ട് കറികൾ വളരെ കുറവാണ്. ഒരു ചോറിന്റെ കൂടെ 1-2 കറികൾ ഉണ്ടാവും, കുറച്ച് ആൻഡ് ഓൾസോ ചിക്കൻ ഇതുപോലെ നല്ല ദിവസങ്ങളിലെല്ലാം ശരിക്കും എല്ലാം നോൺ വെജ് ആണ്. ശരിക്കും നോൺ ആണ് അവിടെ, ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും ഒക്കെ. ഇത്രയൊക്കെ ചോദിച്ചതൊക്കെ എനിക്ക് എന്താ തരുന്നത്? എനിക്ക് കുക്കിങ്ങിനെ കുറച്ച് ക്രേസാ. പക്ഷെ എനിക്ക് ഒരു വസ്തു എനിക്ക് അറിയില്ലായിരുന്നു. കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം പഠിപ്പിച്ചെന്നത്, ചായ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്നത് മാഷാണ്. ഉള്ളത് സത്യം പറയുന്നതുകൊണ്ട് ഒരു മടിയില്ല. ഞാൻ എന്റെ വീട്ടില് അടുക്കളയിൽ പോയിട്ട് പോലും ഇല്ല എന്നുള്ളത് സത്യം. അപ്പൊ എനിക്കൊന്നും അറിയില്ല ഉണ്ടാക്കാൻ. എന്റെ അമ്മ ആദ്യം പറഞ്ഞത് എന്റെ മോൾക്ക് ഒന്നും അറിയില്ല ഉണ്ടാക്കാനൊന്നും. മാഷിന്റെ അമ്മേനോടൊക്കെ ഒന്നും സാരില്ല, എന്റെ മോന്റെ കൂടെ നടന്നാ മാത്രം പാട്ട് പഠിപ്പിച്ച് നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ? അല്ല, എന്നിട്ട് എനിക്ക് കറി ഉണ്ടാക്കാനും ഒക്കെ പറഞ്ഞു തന്നതാണ്. പക്ഷെ ഇപ്പം ഞാൻ നല്ലതായിട്ട് ചെയ്യുന്നു. ഞാൻ വിചാരിക്കണം അങ്ങനെയല്ല, ഇപ്പൊ യൂട്യൂബ് ഉണ്ടല്ലോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം, സാർ ഇത്രയും സ്വീറ്റ് ആയിരിക്കും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. കാരണം നമ്മൾ ഇതിലും സ്വീറ്റ് ആണ്. ഇപ്പൊ എനിക്കും സാറിനാണെങ്കിലും പേഴ്സണലി ഞങ്ങൾക്ക് അറിയത്തേ ഇല്ല. ഇത്ര സമയം ഞാൻ വന്നിട്ട് ഇത്ര സമയം ആയിട്ടുള്ളൂ. പക്ഷെ ആ ഒരു സംസാരത്തിൽ തന്നെ എനിക്ക് മനസ്സിലുണ്ട് എത്ര സ്വീറ്റ് ആയിരുന്നു ഈ ഒരു മനുഷ്യൻ എന്നുള്ളത്. അവിടെയാണ് സംഭവം. അപ്പോ
എല്ലാവർക്കും നല്ലൊരു ഈ വർഷം അടിപൊളിയാവട്ടെ, ഒത്തിരി പ്രൊജക്റ്റുകൾ വരട്ടെ, കേൾക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടാവട്ടെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി അങ്ങോട്ടും വിഷു. എല്ലായിടത്തും the same thing യെസ്, അങ്ങോട്ടും പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഒത്തിരി സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. മഴയുടെ തന്ത്രികൾ മീട്ടി നിന്നാകാശം മധുരമായ ആർദ്രമായി പാടി. മഴയുടെ തന്ത്രികൾ മീട്ടി നിന്നാകാശം മധുരമായ ആർദ്രമായി പാടി. മഴയുടെ തന്ത്രികൾ മീട്ടി നിന്നാകാശം മധുരമായ ആർദ്രമായി പാടി. അറിയാത്ത കന്യതൻ നേർക്കേഴും ഗന്ധർവ പ്രണയത്തിൻ സംഗീതം പോലെ പുഴപാടി തീരത്തെ മുളപാടി പൂവള്ളി കുടിലിലെ കുയിലുകൾ പാടി. ഒരു നറു പുഷ്പമായി എന്നേർക്ക് നീളുന്ന മിഴിമുനയായി